ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കണ്ടിന്യൂസ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം നമുക്ക് ഒരു ശാരീരിക അസ്വസ്ഥത വന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇങ്ങനെ കിടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മളോട് പറയും, ഈശോ പ്രാർത്ഥിച്ചില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം കഴിഞ്ഞു പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. ഭയപ്പെടേണ്ട, അതിൽ നമ്മൾ ഓർത്ത് വിഷമിക്കുകയേ വേണ്ട. ഇത്തരത്തിലുള്ള ചിന്തകളോടെ കടന്നു പോകുന്ന സ്നേഹം നിറഞ്ഞ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് മാലാഖമാരുണ്ട്, ഒരുപാട് ദൂതന്മാരുണ്ട്. പരിശുദ്ധാത്മാവ് അവാച്യമായ നെടുവീർപ്പുകളോടുകൂടി നമുക്ക് വേണ്ടി ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ജപമാല, കരുണക്കൊന്ത, അങ്ങനെ കുരിശിൻ്റെ വഴി ഒരുപാട് പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവർ നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ, ഈ നിയോഗമൊക്കെ വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ കണ്ടിന്യൂസ് ഇങ്ങനെ ചൊല്ലുന്നുണ്ടെങ്കിൽ, അത് ഒത്തിരി പ്രാർത്ഥിക്കും, പക്ഷെ വ്യക്തിപരമായ പ്രാർത്ഥനയില്ല, കയ്യിൽ പോയി. നിങ്ങൾക്കറിയാമോ, അത് കയ്യിൽ പോയി. നമ്മൾ എപ്പോഴും ദൈവം നോക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയല്ല കേട്ടോ, നമ്മുടെ ഹൃദയമാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന നമുക്കൊരു പോരാട്ടമാണ്, നമുക്കൊരു ബലമാണ്. ശത്രുവിനെ തോൽപ്പിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ആയുധമാണ് നമുക്ക് പ്രാർത്ഥന. പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥന കൂടാതെ ഒരു വ്യക്തി ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അവിടെ തീരുമല്ല. കാരണം ദൈവം അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ കൂട്ടിക്കോളുക. ചിലതിനൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്നത്? അവരുടെ ഹൃദയത്തെ ദൈവം അറിഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമുണ്ട്, ദൈവവുമായിട്ട് ഭയങ്കരമായിട്ടൊരു കോൺവെർസേഷൻ നമുക്ക് എപ്പോഴും വേണം. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് വലിയവനാണ്, നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ്, നമുക്ക് അപ്പനാണ്, നമുക്ക് അമ്മയാണ്. ഈശോ സൂപ്പറാണ് കേട്ടോ, ഈശോ സൂപ്പറാണ്. കാരണം യേശുവിനെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഒരു നേരം കാണാതിരുമ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ അമ്മയോ അപ്പനോ ആവാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആവാം. ഒരു നിമിഷം ഒരുപക്ഷെ നമ്മളെ വിട്ടിങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ അകന്ന് മാറി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് അകലേക്ക് പോകുമ്പോൾ എന്ത് വേദനയും വിഷമമായിരിക്കും. ഇതേപോലെ നമ്മൾ കർത്താവിനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ യേശുവിനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയുകയാണ്, ദൈവം നിങ്ങളെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ചെല്ലുക, സ്നേഹത്തോടെ ചെല്ലുക. നമ്മുടെ കർത്താവിനെ നിങ്ങളൊരു ദൈവമായിട്ട് തന്നെ കാണാതെ ഒരപ്പനോ അമ്മയും നല്ല സുഹൃത്തൊക്കെ ആയിട്ട് കണ്ടിട്ട് ഒന്ന് ഈശോയോട് ചേർന്നിരുന്നിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും തുറന്നു കൊടുത്ത് ഒന്ന് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് സംസാരിച്ച് നോക്കിക്കേ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും.